സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവദിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമന് നാരായണീയത്തിൽ നമ്മൾ പറഞ്ഞു വെച്ച ഭാഗം, സനകാദികൾ ഭഗവാനെ കാണാൻ അത്യൗത്സുക്യത്തോടു കൂടിയിട്ട് വരുന്നു. വടി കൊണ്ട് തടുക്കുക എന്ന ഒരു വലിയ ഹീനകൃത്യം തന്നെ പറയണം. സനകാദികളെയൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് അതിനെ ഹീനകൃത്യം ചെയ്തപ്പോൾ അവർക്ക് ദേഷ്യം വന്നു, ശപിച്ചു, നിങ്ങൾ അസുരന്മാരായി പോട്ടെ. അവർക്ക് ദേഷ്യം വരാൻ പാടില്ല. ജൈവിജന്മാർക്ക് ഇവരെ തടുക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും ശരിക്കില്ല. കാരണം വൈകുണ്ഠലോകത്തിലെ കാവൽക്കാർക്ക് ആരെ തടയണം, ആരെ തടയരുത് അറിയണ്ടേ. വൈകുണ്ഠാണ് സ്ഥലം, വേറെ എവിടെയെങ്കിലും അല്ല. അപ്പം അതൊക്കെ അറിയണവരാണ് സാധാരണ അവിടെ ഉണ്ടാവുക. ധനാദികളെന്ന് അവർ തടയാൻ പോരാ, സാധാരണ നിലയ്ക്ക് സംഗതികൾ പോരാ. അപ്പം എന്തിനു ചെയ്തു, എങ്ങനെ കാരണം കൊണ്ട് ചെയ്തു? സർവം ഭവത് പ്രേരണൈവ ഭൂമൻ, തടയാൻ തോന്നിച്ചതും തേഷാം ച ചിത്തേ പദമാപകോപ, എല്ലാം സർവേശ്വര അങ്ങയുടെ പ്രേരണ കൊണ്ടല്ലേ ഈ ലോകത്തിലെ ഓരോ ശ്വാസനിശ്വാസങ്ങളും ഉണ്ട്. എന്തെങ്കിലുമൊക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ അശുഭം തോന്നിയത് കാട്ടി ജീവിക്കണം എന്നതിന് അർത്ഥമില്ല കേട്ടോ. അബദ്ധത്തിൽ എന്തെങ്കിലും നമുക്ക് ഒരു അബദ്ധത്തിൽ ഒന്ന് വന്നാൽ വിഷമിക്കേണ്ട, സ്വയം പഴിക്കേണ്ട, വേറുള്ളവരെ പഴിക്കേണ്ട. ഇത് ഈശ്വര പ്രേരണയാണ് എന്നാണ് വിചാരിക്കുക. ഹരിചന്ദ്രോപാഖ്യാനത്തിൽ അദ്ദേഹത്തിന് എന്തെല്ലാം സംഭവിച്ചു. ഒരു ഘട്ടത്തിലെങ്കിലും അങ്ങേറ്റത്തെ ഗതികേടല്ലേ ഒരു രാജാവിനെ ശ്മശാനം കാക്കുന്ന. പഴിച്ചില്ല, ദേവിയെ പഴിച്ചില്ല, ഈശ്വരനെ പഴിച്ചില്ല, ആരെയും പഴിച്ചില്ല. അതെല്ലാം അനുഭവിച്ച് സത്യത്തിൻ്റെ മാർഗത്തിൽ കൂടെ ഉഗ്രപരീക്ഷകളെ നേരിട്ടു. അദ്ദേഹം ഉഗ്രപരീക്ഷകൾ. സാനം ധർമ്മദേവൻ പ്രത്യക്ഷമായിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയില്ലേ. അപ്പം എല്ലാം ഈശ്വരപ്രേരണയാണ് എന്ന ഒരു ഉണ്ടാവണം. അതിനെ അതിക്രമിക്കാൻ നമുക്ക് കഴിവൊന്നുമില്ല. ചിലതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ പലതും നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് സംഭവിക്കും. അതിനും കൂടിയുള്ള ഒരു വാക്കാണ് ഈ സർവം ഭവത് പ്രേരണൈവ ഭൂമൻ. അങ്ങനെ വല്ലതൊക്കെ സംഭവിച്ചാൽ ഈശ്വരനിശ്ചയം, ഈശ്വരേച്ഛ, എനിക്കതിൽ പങ്കൊന്നുമില്ല എന്ന ഭാവേന നമ്മളിരിക്കുകയാണ് നല്ലത്. ഇനി എന്താണ്? തദേതദാജ്ഞായ ഭവാനവാപ്ത സഹൈവ ലക്ഷ്മ്യാബഹിരംബുജാക്ഷ ഖഗേശ്വരം തർപ്പിതചാരുബാഹു ആനന്ദയം താൻ അഭിരാമമൂർത്തിയാം. ഈ വിവരം അറിഞ്ഞു. തൻ്റെ വൈകുണ്ഠത്തിലൊരു കാര്യം ഉണ്ടായാൽ അറിയുമല്ലോ. എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുന്ന ആരെങ്കിലുമൊക്കെ പറഞ്ഞറിഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ സംഭവിച്ചിരിക്കണു. ഭഗവാൻ അറിഞ്ഞു, അവിടെ എത്തി. ഭവാൻ അവാപ്ത ഏതത് ആജ്ഞായ, ഇത് അറിഞ്ഞുകൊണ്ട് ഭവാൻ വന്നു. സർവേശ്വര പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഒരു പരിഭ്രമം. ഭഗവാൻ എന്താ പരിഭ്രമമൊക്കെ നമുക്കല്ലേ. പുഞ്ചിരി തൂക്കിക്കൊണ്ട് യാതൊരു അത്ഭുതവും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നിശ്ചല്യ, അങ്ങനെയുള്ള അവസ്ഥ ഇല്ലാതെ ഒന്നും സംഭവിക്കാത്ത ഹോട്ടലിൽ പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഭവാൻ അവാപ്ത, സർവേശ്വര അങ്ങ് ആ ദ്വാരപാലന്മാർ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തി, കവാടത്തിലേക്ക് എത്തി. എങ്ങനെ എത്തി? സഹൈവ ലക്ഷ്മ്യ ബഹിരംബുജാക്ഷ, ലക്ഷ്മി ഭഗവതിയോട് കൂടിയിട്ട് എത്തി. പിന്നെയോ ഖഗേശ്വരം സർപ്പിതചാരുബാഹു, തൻ്റെ വാഹനമായിട്ടുള്ള ജ്ഞാനസ്വരൂപമാണ് ഗരുഡൻ എന്നാണ്. ഗരുഡൻ്റെ ചിറകടിയിൽ നിന്ന് വേദത്തിന് തുല്യമായിട്ടുള്ള തരംഗങ്ങൾ ലോകത്തിലുണ്ടാവുന്നുണ്ട് എന്നാണ്. വേദം, അതാണ് ഈ വേദം എന്ന് പറയുന്നത്. വേദം കൊണ്ട് മാത്രമല്ല കിട്ടുള്ളൂ. അത് പഠിക്കാൻ വയ്യാത്തവർ ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ എവിടെയും പറയുന്നില്ല. കാരണം പണ്ട് നമശിവായ എന്ന നാമം ചൊല്ലിയാൽ വേദത്തിന് തുല്യമാണെന്നാണ്. ഗരുഡൻ്റെ ചിറകടി, ഉടുക്ക്, അതാണ് ഈ ഉടുക്കിന് ഇത്ര പ്രാധാന്യം. ഉടുക്ക് തോന്നിയ പോലെ കൊട്ടാൻ പാടില്ല. കുളിച്ച് ശുദ്ധമായി അതിൻ്റെ പർപ്പസിലേ അത് കൊട്ടാൻ പാടൂ. അല്ലാതെ തോന്നിയ പോലെ ഒന്ന് കൊട്ടിക്കളയാം എന്ന് വിചാരിക്കുക.
അത് ചെയ്യാൻ പാടില്ല. ഇടയ്ക്ക ഇതിൽ നിന്നൊക്കെ പൊന്തുന്ന ശബ്ദങ്ങൾ വേദാർത്ഥ തരംഗങ്ങൾ അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കുന്നവയാണ്. അതാണ് ഗരുഡനെ ഭഗവാൻ വാഹനാക്കിയത്, വെറുതെ അല്ല. ഖഗേശ്വരം സർപ്പിത ചാരുബാഹു, തൻ്റെ സ്വാധീനത്തിലാണ് സദാ ഗരുഡൻ ഇല്ലേ. ആ ഗരുഡൻ്റെ പുറത്ത് കൈയൊക്കെ അങ്ങനെ വെച്ച് അതിനെ വാത്സല്യത്തോടെ തന്നെ എവിടെയും കൊണ്ടുപോകണതാണല്ലേ. ഡ്രൈവറോട് നമുക്കൊരു വാത്സല്യം ഉണ്ടാവില്ല, നമ്മളെവിടേക്കും കൊണ്ടുപോകണ ഒരു അടുപ്പം ഉണ്ടാവും എന്നാണ് പറയാത്തത്. വണ്ടി എടുത്തോളൂ കേട്ടോ എന്നെപ്പോഴും പറയേണ്ടതാണ്. അപ്പം അയാളോടൊരു വാത്സല്യം. നമ്മളെ തൻ്റെ വാഹനമായിട്ടുള്ള ഗരുഡൻ്റെ പുറത്ത് വാത്സല്യപൂർവ്വം കൈയൊക്കെ വെച്ച് അങ്ങനെ തലോടി. അംസാർപ്പിത ഖഗേശ്വരൻ, ഖഗേശ്വരൻ പക്ഷിശ്രേഷ്ഠൻ, അതായത് ഗരുഡൻ. ഖഗേശ്വര അംസാർപ്പിത ചാരുബാഹു, മനോഹരമായിട്ടുള്ള കൈകൾ ഗരുഡൻ്റെ പുറത്ത് അങ്ങനെ വെച്ച് അഭിരാമമൂർത്തിയ, മനോഹരമായിട്ടുള്ള സ്വരൂപത്തോടു കൂടി പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഭവാൻ അവാപ്ത, അങ്ങ് എത്തി. അവാപ്ത എത്തി. എങ്ങനെയൊക്കെ എത്തിയതെന്നാണ് താഴെയുള്ള വരികളിൽ പറഞ്ഞത്. അങ്ങനെ എത്തി. എങ്ങനെ എത്തി? സഹൈവ ലക്ഷ്മിയ, ലക്ഷ്മി സമേതനായിട്ട്. ലക്ഷ്മിയുണ്ട്. ബഹിരംബുജാക്ഷ, അല്ലയോ അംബുജാക്ഷ സംബോധന പറഞ്ഞു. ഖഗേശ്വരം തർപ്പിത ചാരുബാഹു, ലക്ഷ്മി ഭഗവതിയോട് കൂടിയിട്ട ഒരു വിശേഷണം. ഗരുഡൻ്റെ പുറത്ത് കൈകൾ വെച്ചിട്ട് വേറൊരു വിശേഷണം. പിന്നെയോ അർപ്പിത ചാരുബാഹു ആനന്ദയം താൻ അഭിരാമമൂർത്തിയ, എല്ലാവർക്കും ആനന്ദം പകരുന്ന സ്വരൂപത്തോടു കൂടി. ഈശ്വര സ്വരൂപത്തിനെയാണ് കണ്ടാലേ ലോകത്തിൽ മറ്റുള്ളതിൻ്റെയൊക്കെ തുച്ഛത നമുക്ക് ബോധ്യമാവുള്ളൂ. സ്വർണം വന്നാൽ ബാക്കി ലോഹങ്ങൾക്ക് വല്ല പ്രസക്തിയുണ്ടോ? അതുപോലെ സുന്ദരമായിട്ടുള്ള സ്വരൂപത്തോടു കൂടിയിട്ട് ഭഗവാൻ ഖഗേശ്വരം തർപ്പിത ചാരുബാഹു, സൂര്യനുദിച്ചാൽ മറ്റൊരു വെളിച്ചത്തിനും പ്രസക്തിയില്ലാത്തതുപോലെ സുന്ദരമായിട്ടുള്ള മന്ദഹാസത്തോടു കൂടിയിട്ട് പ്രകാശ സ്വരൂപത്തോടു കൂടി അഭിരാമമൂർത്തിയ, സന്തോഷമായിട്ടുള്ള മൂർത്തിയെ കൊണ്ട് തൻ്റെ ശരീരം കൊണ്ട് അവിടെ വന്നു ചേർന്നു. എന്നിട്ടോ അടുത്ത ശ്ലോകം, പ്രസാദ്യഗീർഭിസ്തുവതോ മുനീന്ദ്രാൻ അനന്യനാഥാവധ പാർഷദൗതൗ സംരംഭയോഗേന ഭവേത്രിഭിർ മാമുഭേദമി ത്യാത്തകൃപന്യഗാദി. ഇത്ര ചെറിയ വാക്കുകളിൽ കൂടെ, ചെറിയ ശ്ലോകങ്ങളിൽ കൂടിയിട്ട കഥ 6 അധ്യായത്തിൽ ഭാഗവതത്തിൽ പറഞ്ഞിട്ടത് ഭംഗിയായിട്ടതാണ്. നാരായണീയത്തിൻ്റെ ആ ഒരു സുഖം 3 ശ്ലോകങ്ങളിൽ പറഞ്ഞ കാര്യം വളരെ ചെറിയ വാക്കുകളിൽ പറഞ്ഞു. ബാക്കി നമുക്ക് കഥ പറയാലോ. ഏറ്റവും സുഖം എന്താ വെച്ചാൽ പാരായണീയം വായിച്ചിട്ട് ഇങ്ങനെ ഭാഗവതാശയങ്ങൾ പറയുക. നീണ്ട പാരായണം അവിടെ വേണ്ടിയില്ല. പാരായണത്തിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്, അതിൻ്റെ ഗുണമുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ സാധാരണ അത്രയും വലിയ പാരായണം പലർക്കും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. നമ്മുടെ ഒരു അറിവില്ലായ്മയാണോ ഭാഗവതത്തിൻ്റെ മാറ്റമില്ലായിട്ടല്ല. അപ്പം അതിനൊരു പരുതും കൂടിയാണ് ഈ നാരായണീയം, ഒരു പരിഹാരം കൂടിയാണ് ഈ നാരായണീയം. കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. അപ്പം ഇവിടെ പ്രസാദ്യ കീർത്തിസ്തുവതോ മുനീന്ദ്രാൻ, ഈ നിന്തിരുവടി സ്തുതിക്കുന്നതായിട്ടുള്ള സനകാദികളെ ആദ്യം എന്ത് ചെയ്തു? ഒന്നങ്ങനെ സന്തോഷിപ്പിച്ചു. സ്തുതിക്കുണ്ടായേ നാരായണ ഭഗവാനെ, നാരായണ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് നാരായണനായിട്ടുള്ള ഭഗവാനെ തുതിച്ചും കൊണ്ട് തുവതോ തുതിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള മഹർഷിമാരെ സ്വാഗതം അരുളിയിട്ടും നമസ്കാരം പറഞ്ഞിട്ടുമൊക്കെ സ്വാഗതം ചെയ്തിട്ട് അനന്യനാഥാവത പാർഷദോതോ, ഈ 2 പാർഷദന്മാർ ശരിക്കും പറയാന്ന് വെച്ചാൽ അവർ വലിയൊരു കുറ്റക്കാരൊന്നും അല്ല. അവരുടെ ഡ്യൂട്ടി അവർ ചെയ്തത് ആരിലെങ്ങനെ ചെയ്യണം എന്നൊരു ഔചിത്യം പ്രയോഗിച്ചില്ല, അത്രയേ ഉള്ളൂ. അവർ കാക്കലാണല്ലോ അവരുടെ പണി. ഒരു മഹാപരാധമായിട്ട് അവർ ചെയ്തു എന്നൊന്നും പറയുക ഭഗവാനെതിരായിട്ട് ചെയ്തിട്ടുമില്ല. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. മഹാത്മാക്കളെ തൊട്ടാൽ അത് ഭഗവാനെ തൊട്ട പോലെ തന്നെയാണ്, കളി മാറും. അതാണ് ഇവിടെ ഉണ്ടായത്. ഭക്തന്മാരാവുക, മഹാത്മാക്കളാവുക, സജ്ജനങ്ങളാവുക, അവരെ തൊട്ടാൽ ഭഗവാനെ അടക്കം വർത്തിക്കുന്നത് ഭഗവാൻ സഹിക്കും. പക്ഷേ ഭക്തനെയോ മഹാത്മാക്കളെയോ തൊട്ടാൽ ഭഗവാൻ അവിടെ ഒരു വിട്ടുവീഴ്ചയില്ല, ശിക്ഷ ഉറപ്പാ. അതാണ് ഇവിടെ ഉണ്ടായത്. അനന്യനാഥാവത, ഭഗവാനല്ലാണ്ട് വേറെ ആശ്രയമില്ലാത്തതായിരിക്കുന്ന തൗ പാർഷദവും, ആ പാർഷദന്മാരെ, ആ ഭൃത്യന്മാരെ അവരെന്ത് പ്രാർത്ഥിച്ചു? അവരുടെ പ്രാർത്ഥനയായിട്ട് ഇവിടെ പറയണില്ല. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഏത് ശിക്ഷ കിട്ടിയാലും വേഗം
ഇവിടെ തിരിച്ചു വരാൻ സാധിക്കണേ ഭഗവാനെ. ശിക്ഷപ്പല്ലാണ്ടേക്കാൻ പറ്റില്ല. നാവുമെന്ന് ഇവർ ശാപം വിട്ടു കഴിഞ്ഞു, അസുരനായിട്ട് പോകാൻ പറഞ്ഞു. കഷ്ടം യുവാം ദൈത്യഗതിം ഭജേതം. ദൈത്യഗതി അസുര ജന്മം. തിരിച്ചെടുക്കാൻ പറ്റുമോ? പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് ചെയ്തു തരണം. അതിൻ്റെ കാലയളവ് ഒന്ന് കുറച്ച് എന്നാതർക്കില്ല. കുറേ കാലം അങ്ങയുടെ അടുത്ത് കഴിഞ്ഞു കൂടിയിട്ടില്ല. ഞങ്ങൾക്ക് ദേവന്മാരെ അങ്ങനെയൊക്കെ വിദ്വേഷിച്ചിട്ട് വേണം അസുരനായിട്ട് ജീവിക്കാൻ. ഭക്തിയോട് ഭജിക്കില്ലല്ലോ അസുരന്മാർ. അങ്ങനെ കഴിയാൻ വയ്യ ഭഗവാനെ. ഭയച്ചിട്ടാണെച്ചാൽ പിന്നെ ആവായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വേഗം ഇവിടെ തിരിച്ചെത്താനുള്ള ഒരു അനുഗ്രഹം തരണേ, ശാപമോക്ഷം തരണേന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. അസുരജന്മമാണ് തീർച്ചയാണ്. ദേഷ്യം കൊണ്ട് എന്നെ ഭജിക്കുക. സംരംഭയോഗേന ഭവേ ത്രിഭിർ. 3 ജന്മങ്ങൾ ആണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപു, രാവണനും കുംഭകർണനും ശിശുപാലനും ദന്തവക്രനും. രാവണൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ ആത്മരാമായണത്തിൽ പറയണ തന്നെയുണ്ട്, എനിക്ക് ആ ഭഗവാനിൽ ചേരാൻ ധൃതിയായി, എന്താ അങ്ങനെ താമസിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് സീതയെ കൊടുന്നതെന്ന്. കൊല്ലൂ ഭഗവാനെ എന്നെ എന്നിങ്ങനെ പറഞ്ഞു. ശത്രുത കൊണ്ട് മാത്രമല്ല അത് എന്നാണ്. അതൊരു ഭാവം, അത്രയേ ഉള്ളൂ. എനിക്കറിയാം ഭക്തി കൊണ്ട് എന്നിൽ പ്രസാദിക്കില്ല അഖിലേശൻ. ഭക്തിയോടുകൂടി എനിക്ക് ഭജിക്കാൻ പറ്റില്ല. അക്ഷത ജന്മല്ലേ. അപ്പം എങ്ങനെ പറ്റൂ? സംരംഭയോഗേന. അതൊരു മാനസിക തത്വമാണ്. എന്താ വെച്ചാൽ ഒരാളെ നമ്മളെപ്പോഴും ഓർക്കുകയാണെങ്കിൽ ശത്രുഭാവത്തിൽ ആണത്രേ സദാ ഓർക്കുക, ശക്തമായിട്ട് ഓർക്കുക. നല്ലത് ചെയ്താൽ തന്നെ ഓർത്തുകൊണ്ട് നമ്മളിരിക്കും, എല്ലാവരോടും പറഞ്ഞോളണമെന്നില്ല. ചിലരൊക്കെ ചെയ്യും, പക്ഷേ അധികം ചീത്തയാണ് ഓർക്കുക. എന്നാലും അയാൾ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല. 100 നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചീത്ത മനസ്സിലിങ്ങനെ തേട്ടി വരും അല്ലേ. എന്താ അയാളിപ്പോൾ ഇങ്ങനെ പറയാൻ? ഇങ്ങോട്ട് വരൂ കേട്ടോ, അയാൾ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി, നിങ്ങൾ കേട്ടില്ലല്ലോ എന്നാൽ കേൾക്കൻ. ഇതെല്ലാവരോടും ഇങ്ങനെ പറയുക, അതെന്നെ മനസ്സിലിട്ട് നീറ്റി. അത് നമ്മുടെ ഒരു സ്വഭാവമാണ്, മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. ശരിയെന്നല്ല, ശരീരമെടുത്തവരുടെയൊക്കെ സ്വഭാവം സംരംഭയോഗേന. അപ്പോൾ വേഗം ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ പിന്നെ നല്ലത് എന്താ പറയുക, എന്നെ കൊല്ലണം 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 കൊല്ലണം, കൃഷ്ണനെ കൊല്ലണം. ശത്രുഭാവത്തിൽ എന്നെ കണ്ടു ഭജിക്കുക, അതാണ് നല്ലത്. അങ്ങനെ എൻ്റെ അടുത്ത് തന്നെ എത്തുക. ഉപേതമിത്യാത്തകൃപം നിഗാദീ. അങ്ങനെ എന്നെ കോപത്തോടു കൂടിയുള്ള സ്മരണം നിമിത്തം 3 ജന്മങ്ങളെ കൊണ്ട് ഇവിടെ തന്നെ എത്തിച്ചേരുക എന്ന് ഭഗവാൻ ശാപമോക്ഷം നൽകുകയും ചെയ്തു. ഭഗവാൻ അവിടെ എത്തി ഗരുഡൻ്റെ പുറത്ത് കൈ വെച്ചിട്ട് തദേതദാജ്ഞായ ഭവാനവാപ്തഃ സഹൈവ ലക്ഷ്മ്യ ബഹിരംബുജാക്ഷ കകേശ്വരം തർപ്പിതചാരുബാഹു ആനന്ദയം താൻ അഭിരാമമൂർത്തിയാ പ്രസാദ്യഗീർഭിസ്തുവതോ മുനീന്ദ്രാനന്യനാഥാവധഭാഷതോതോ. വേറെ നാഥന്മാരില്ല അവർക്ക്. ഈ പാട്ടതന്മാർക്ക് ഭഗവാൻ മാത്രം ആശ്രയമായിട്ടുള്ളവരെ സംരംഭയോഗേന, ദേഷ്യം കൊണ്ട്, കോപം കൊണ്ട്, സംരംഭയോഗേന ഭവേ ത്രിഭിർ. 3 ജന്മം, 3 എന്നോട് പറഞ്ഞിട്ടുള്ള 3 ജന്മം അവിടെ അണ്ടർസ്റ്റുഡാണ്. ഭവേ ത്രിഭിർ മാമുഭേദമി ത്യാത്ത കൃപം നെഗാദീ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.